കഴിഞ്ഞ ദിവസം സഭയിൽ നടന്ന ധനാഭ്യർത്ഥന ചർച്ചയിൽ അനൂപ് ജേക്കബ് കിട്ടിയ സമയം കൃത്യമായി തന്നെ ഉപയോഗിച്ചു. പ്രോഗ്രസ് റിപ്പോർട്ടിലെ ചില മണ്ടത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അനൂപ് സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകളെ പോലും പരിഹസിച്ചുകൊണ്ടാണ് അനൂപ് സംസാരിച്ചത്. നിരവധി വ്യവസായ സ്ഥാപനങ്ങൾക്കുണ്ടായ തിരിച്ചടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അനൂപിന്റെ പ്രസംഗം ഒടുവിൽ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ആ വീഡിയോ ജേക്കബ് അങ്ങക്ക് 5 മിനിറ്റ് സംസാരിക്കും. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകൾ എതിർക്കുകയാണ്. നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി എവിടെയാണ് എന്ന് ഇന്ന് രാവിലത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ചോദിക്കുകയുണ്ടായി. സാമൂഹ്യ സുരക്ഷാ പെൻഷനടക്കം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ കാണുകയാണ്. സാർ, ഇവരിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നോക്കിക്കഴിയുമ്പോൾ ഈ സാമൂഹ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ആശ്വാസകിരണം പദ്ധതി, സ്നേഹപൂർവ്വം പദ്ധതി, വിവിധ ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി മുടങ്ങിക്കിടക്കുന്ന അനവധി കുട്ടികളുടെ അവസ്ഥ, അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു പ്രോഗ്രസ്സോ പരാമർശങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ സൂചിപ്പിച്ചത് ഈ ആശ്വാസകിരൺ പദ്ധതി ഗവൺമെൻറ്റിന് അറിവുള്ളൊരു കാര്യമാണ്. പരസഹായത്തോടെ മാത്രം ജീവൻ തള്ളി നിൽക്കുന്ന നിർധനായവരെ പരിചരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു ചെറിയ വരുമാനമാണ്. സാർ, അതുപോലും പൂർണ്ണമായും കൊടുത്തു തീർക്കുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായ ഒന്ന് തന്നെയാണ്. 2010 ആരംഭിച്ച ഈ പദ്ധതിയിലേക്ക് പുതുതായി അപേക്ഷകരെ പോലും നിങ്ങൾ ചേർക്കുന്നില്ല. സ്നേഹപൂർവ്വം പദ്ധതി, അനാഥരായ കുട്ടികൾക്ക് പഠന സഹായം നൽകാൻ UDF ഗവൺമെൻറ് കാലയളവിൽ കൊണ്ടുവന്ന പദ്ധതി, ആ പദ്ധതി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു സർ? സാറേ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ വഴി 650 കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് പലരും നിർധനരാണ്. അവർക്ക് യാതൊരു രീതിയിലുള്ള അതിൻ്റെ മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ മെഷീനറി ചെയ്യാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യം നോക്കാൻ കഴിയാത്ത നിങ്ങൾ മറ്റ് എന്തിനെ സംബന്ധിച്ചും പ്രസംഗിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. സാർ, ഈ ഗവൺമെൻറ് പരിപൂർണമായും ആ മേഖലകളിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചൂണ്ടിക്കാട്ടുവാനുള്ളത്. സാർ, ഇവിടെ വ്യാവസായിക മേഖലയെ സംബന്ധിച്ച് ഇവിടെ എല്ലാം വളരെ ശുഭമാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ വി ശശി അതേപോലെ സൂചിപ്പിച്ചു. പരമ്പരാഗത മേഖലയിൽ കശുവണ്ടി തൊഴിലാളികൾ അടക്കം നേരിടുന്ന പ്രതിസന്ധി, അദ്ദേഹം ഒരു കൂലി സംബന്ധമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത്. കയർ മേഖലയിൽ ഇന്ന് കയർഫെഡിൽ നിന്ന് ഉയർന്ന തോതിൽ ഇവർക്ക് ചകിരി വാങ്ങേണ്ടി വരുന്ന അടക്കമുള്ള എത്രയോ പ്രശ്നങ്ങൾ നിൽക്കുന്നു. കശുവണ്ടി മേഖലയിൽ എത്ര ഫാക്ടറികൾ സ്വകാര്യ മേഖല ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു എന്നുള്ളത് 776ഓളം ഫാക്ടറികൾ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. സാർ, പരമ്പരാഗത മേഖലകൾ പരിപൂർണമായും സ്തംഭനാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇവരുടെ ഗവൺമെൻറ് സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ സ്ഥാപനങ്ങൾ സുഗമമാക്കൽ ബില്ല് നിങ്ങൾ കൊണ്ടുവന്നു. സാർ, ഈ ബില്ല് യാതൊരു അവധാനതയും ഇല്ലാതെ കൊണ്ടുവന്ന ഒരു നിയമമാണ്. സാർ, ഇതിൻ്റെ 5-6 വകുപ്പുകൾ ഇന്ന് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിൽ ആരംഭിക്കുകയാണ്. സാർ, റെഡ് കാറ്റഗറി ഒഴിവാക്കി വരുന്ന ഏത് സ്ഥാപനവും ആരംഭിക്കുന്നതിന് യാതൊരു പരിശോധനയില്ല. 3 വർഷത്തേക്ക് യഥേഷ്ടം ചെയ്യാം. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ടാർ മിക്സിംഗ് പ്ലാന്റ് ഒരു ഉദാഹരണം ഞാൻ പറയാം. അതടക്കമുള്ള എത്രയോ പ്ലാന്റുകൾ ഇന്ന് നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ വരുന്നു. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സംരംഭകൻ വരുന്നു. അത് സ്വാഭാവികമായിട്ട് ജനജീവൻ ദുസ്സഹമാവുന്ന നിലയിലേക്ക് വരുമ്പോൾ അവിടെ വലിയ പ്രതിഷേധം ഉയരുന്നു. അപ്പോൾ സംരംഭകൻ ഒരു ഭാഗത്ത് അവൻ അവതാളത്തിലാവുന്ന അവസ്ഥയും ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആശങ്ക വരുമ്പോൾ സമരം മറുഭാഗത്തേക്കും വരുന്നു. സാറേ, ഈ നിയമത്തിൻ്റെ അകത്ത് ജനജീവിതം ദുസ്സഹമാവുന്ന നിലയിൽ വരുന്ന സാഹചര്യങ്ങളത് പരിശോധിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഭേദഗതികളിൻ്റെ അകത്ത് കൊണ്ടുവരണം. അതിൻ്റെ അകത്ത് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. സാർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധയോടെ ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് പോകുന്നത് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇവിടെ ഏകദേശം 26 സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സാർ, ഇതിൻ്റെ അകത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം ഉറപ്പുവരുത്താൻ 2022 ഓർഡർ ഇറക്കിയാൽ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കണ്ടു. സാർ, എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളം പോലും ലഭിക്കാതെ നിൽക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ അങ്ങോട്ട് തന്നെ ചോദിച്ച ട്രാക്കോ കേബിളിലൊരു വിഷയമുണ്ട്. ആ ട്രാക്കോ കേബിൾ എറണാകുളത്തെ ട്രാക്കോ കേബിളിലൂടെ ചാണ്ടിയുമനെ സൂചിപ്പിച്ചു. ഈ ട്രാക്കോ കേബിൾ നിർത്തലാക്കാനാണ് ഉദ്ദേശം. അങ്ങന്ന് മറുപടി വളരെ വളച്ചൊടിച്ചൊരു മറുപടി പറഞ്ഞങ്ങ് പോയി. എൻ്റെ നേരിട്ടുള്ള ചോദ്യം, ഇരുമ്പനത്തെ ട്രാക്കോ കേബിൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അവിടെ ആവശ്യമായ അവരുടെ റോ മെറ്റീരിയൽസ് ലഭ്യമാക്കിക്കൊണ്ട് അവിടെ ഉൽപ്പാദനം നടത്തുവാനുള്ള സാഹചര്യം മെഷീനറി ഒക്കെ കൊണ്ടുവന്നുള്ള അങ്ങേക്കറിയാമല്ലോ, അങ്ങയുടെ ജില്ലയും കൂടിയല്ലേ. ആ സ്ഥാപനത്തെ തിരുവല്ലയിലോ വേറെ ഏതെങ്കിലും യൂണിറ്റിലേക്കോ കൊണ്ടുവന്ന് ചേർത്തുകൊണ്ട് ആ യൂണിറ്റ് ഇല്ലാണ്ടാക്കാനുള്ള നടപടി ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. സാർ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് പാർക്കിനെ കുറിച്ച് ഇതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തും എനിക്കത് വായിച്ചപ്പോൾ വളരെ കഷ്ടം തോന്നി. അതിൻ്റെ അകത്ത് നിങ്ങൾ 20 ഏക്കർ സ്ഥലം ഇതിനായിട്ട് അമ്പലം ഇലക്ട്രോണിക്സ് പാർക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 20 ഏക്കർ സ്ഥലം അക്വോ പാർക്കിനായിട്ട് നിങ്ങൾ മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. ഏതാ
ഇലക്ട്രോണിക്സ് പാർക്ക് അവിടെ കൊണ്ടുവരും. ഇലക്ട്രോണിക് മേഖലയിൽ നിങ്ങൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പോകുന്നു. എന്നിട്ട് ഇപ്പോൾ 21.5 ഏക്കർ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് അക്വോ പാർക്കിനായിട്ട്. നിങ്ങൾക്ക് ധാരാളം വിദേശയാത്രകൾ നടത്തുന്നുണ്ടല്ലോ സാർ. ഓരോ ഭാഗങ്ങളിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഓരോ പദ്ധതികൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് എത്രയോ രാജ്യങ്ങൾ ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട്. എത്ര വിദേശയാത്രകൾ ഇവിടെ ഗവൺമെൻറ്, മുഖ്യമന്ത്രി, മന്ത്രിമാർ നടത്തുന്നു. വ്യവസായ സ്ഥാപനങ്ങൾ ഇപ്പം അവിടെ ഒരു വാട്ടർ ലോഡ്ജ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നീർച്ചാലുകളെ സ്വാഭാവികമായി നിലനിർത്തിക്കൊണ്ട് എത്രയോ പുരോഗമനപരമായ ആശയങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് അവിടെ ഈ പറയുന്ന പദ്ധതി തന്നെ കൊണ്ടുവരാം. നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പദ്ധതി തന്നെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ അതില്ലാതെ അതിനെ പിന്നെയും അവിടെ നിങ്ങൾ അക്വോ പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആശയം എന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി അത് വിശദീകരിക്കുക, അത് നിങ്ങളാവട്ടെ. പക്ഷേ അവിടെ നിർദ്ദിഷ്ടമായ ആ ആശയം തന്നെ കൊണ്ടുവരാൻ ഗവൺമെൻറ് തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. സാർ, ചെറുകിട ഇടത്തര വ്യവസായ സംരംഭകർക്ക് അനുവദിച്ച സഹായത്തിന് സംരംഭകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 8 മാസമായി. 14 ജില്ലകളിലായി 60 കോടി രൂപയാണ് ഇനിയും ഇവിടെ ലഭിക്കാനുള്ളത്. അപ്പോൾ തികച്ചും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അപ്പം നമ്മുടെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങൾ ഓരോ പരിശ്രമങ്ങൾ നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം എന്നതാണ് എനിക്ക് ഇവിടെ ചൂണ്ടിക്കാട്ടുവാനുള്ളത്. അപ്പോൾ നമ്മുടെ മേഖലയിൽ പരമ്പരാഗത വ്യവസായങ്ങളടക്കം ഇന്ന് നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവണം. സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ പെൻഷനുകൾ നൽകി പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള നടപടി ഉണ്ടാവണം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഗവൺമെൻറ് പരിപൂർണമായും പിന്നോട്ട് പോവുകയും പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് ധനാഭ്യർത്ഥനകൾ ഞാൻ എതിർക്കുകയാണ്.